ഒരു മുന്നറിയിപ്പോട് കൂടി തുടങ്ങട്ടെ. ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും ഓരോ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, ഒന്നിനു പുറകെ മറ്റൊന്ന്. ഈ കൊച്ചു കേരളത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇത്രയധികം ആളുകളുണ്ടെന്നും അത് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നതും വളരെ വളരെ വേദനാജനകമാണ്. അപ്പോൾ മമ്മൂക്കയുടെ മാസ് മസാല ആക്ഷൻ എന്റർടൈനർ ടർബോ. മമ്മൂക്ക കിടുവാണ്. വില്ലൻ രാജ്ബി ഷെട്ടി നൈസാണ്. റിച്ച് ഫ്രെയിംസ് ഒക്കെയായി വൈശാഖിന്റെ ഡയറക്ഷനും കൊള്ളാം. ആവറേജ് കലക്കൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ഫാൻസിന് ചിലപ്പോൾ അതിന് മുകളിലുണ്ടായിരിക്കാം. ഫാമിലി പ്രേക്ഷകർക്ക് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വില്ലനായി വരുന്നത് സ്ക്രിപ്റ്റാണ്. ഒരു സൈബർ ബാങ്ക് ത്രില്ലറിനുള്ള ഫ്രഷ് ഐഡിയ സിനിമയിൽ ഉണ്ടായിരുന്നു. ബട്ട് പള്ളിപ്പെരുന്നാൾ ലെവൽ അടിയുമായി മിക്സ് ചെയ്തപ്പോൾ കാറ്റുപോയി വരുണായിപ്പോയി ഐഡിയ. ടെക്നിക്കലി എല്ലാ ഡിപ്പാർട്ട്മെന്റും റിച്ചായ മേക്കിംഗ് ആയതുകൊണ്ട് മാത്രം പടം കാണാം. എക്സ്പെഷ്യലി മമ്മൂക്ക ഇതിലും മികച്ചത് കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നു. തിരക്കഥ മോഷണമാണോ എന്ന് പറയാൻ കാരണം ഈ കാലത്തും ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ വളരെ വളരെ അപ്ഡേറ്റഡ് ആയ ഒരേ ഒരു തിരക്കഥാകൃത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്ഡേഷൻ കൂടി കൂടി അദ്ദേഹം മൂലയ്ക്കായതുകൊണ്ട് നാമമാത്രമായ ഒരു സഹായമാണോ മിഥുൻ ചെയ്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ MT തകഴി എന്നൊക്കെ മിഥുനെ സർക്കാസം അടിക്കുന്നത് ശരിവെക്കേണ്ടി വരും. സിനിമയിലുടനീളം നമുക്ക് തോന്നും ആ പേര് പറയാത്ത തിരക്കഥാകൃത്തിന്റെ വർക്കല്ലേ എന്ന്. ഇനി അദ്ദേഹത്തിന്റെ പേര് വെച്ചാൽ ഏറിൽ കയറുമെന്നും പേടി കൊണ്ടും ആവാം. ഞാനായിട്ട് ആ പേര് പറയുന്നില്ല, നിങ്ങളായിട്ട് കണ്ടുപിടിച്ചോളൂ. എന്തായാലും സിനിമ പരാജയപ്പെടാൻ ചാൻസ് ഇല്ല. മമ്മൂക്കയുടെ ലുക്കും വർക്കും മിഥുൻ ആൻഡ് വൈശാഖ് പടം പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നുമല്ല. ബാക്കിയൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ.